day 2 of Kerala to Nepal ride. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് അവിടെ മിനിച്ചിട്ടാണ് സ്റ്റേ. ആൻഡ് ടാനിയ ബോക്സ് സെറ്റ് ചെയ്യുന്നു. കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റും ബാംഗ്ലൂരിലേക്ക് അവിടെ ഉണ്ട്. അപ്പം എടുത്തിട്ട് ഇറങ്ങാം. സെറ്റായില്ലേ? This is what we are using for chain cleaning. ഇനി ഒരു സീറ്റും ഉണ്ട്, അതുകൊണ്ട് അടിക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? Come on. And this is the invisible selfie stick. ഇത് വെരി യൂസ്ഫുൾ ആയിട്ടാണ്. ഇതില്ലാണ്ടും ആക്ച്വലി ബൈക്കിൽ ഫിറ്റ് ചെയ്യാം. പക്ഷെ ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതിങ്ങനെ ഇവിടുന്ന് നീലേക്കാക്കി ലെങ്ത് കൂട്ടാം. സോ ഇത് ഇതിവിടെ ഇങ്ങനെ വെക്കും അല്ലേ? ഞങ്ങളുടെ യോഗ മാറ്റ്, ഇത് ഞങ്ങളുടെ ചെയർ, ഇത് നിങ്ങളുടെ ബൈക്ക്. ചെയർ, ഈ ചെയർ യോഗ മാറ്റും എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാനാണ് പ്ലാൻ. ബിക്കോസ് ഭയങ്കര ഷേക്കിങ്. സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സെറ്റ്, ഓൾ സെറ്റ്, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ ബാക്കി എന്താ ഇനി എന്തെങ്കിലും ഉണ്ടോ എടുക്കാനോ എന്തെങ്കിലും? ഞാൻ ചെയ്യാം. ഇൻസ്റ്റാ 360 ഇതിനകത്ത് തുറക്കും. Cheers. Punishment. നമ്മളിപ്പം ഇവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 hours റൈഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടു ബിയിൽ കയറിയിരിക്കുകയാണ്. എന്താണ് ഞാൻ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കില്ല, ബട്ട് ഇപ്പോൾ കഴിക്കത്തില്ല. കുറേ മാസമായിട്ട് കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. രാവിലെ വന്ന് എന്നെ കഴിച്ചു. കൊള്ളാമോ? മൈ ഫേവറേറ്റ് ഫ്രം അപ്പോൾ കൊള്ളായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് റൈഡിനെ പറ്റി പറയാനുള്ളത്? വെരി നൈസ്. ഫണ്ണി. നമ്മൾ ക്യാമറയുടെ പൊസിഷൻ മാറ്റി. ഇനി നമ്മൾ ചലിച്ചല്ലോ. അതേപോലെ നമ്മുടെ ചാർട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ 6 o'clock ശേഷം റൈഡ് ചെയ്യത്തില്ല. അങ്ങനെയാണ് പ്ലാൻ. ഹെക്ടിക് റൈഡ്സ് ഇല്ല. എത്രയും നമ്മളെ കംഫർട്ട് ചെയ്യുക, നമ്മുടെ ഹെൽത്തിനെ നോക്കുക. അതാണ് നമ്മുടെ മെയിൻ ഐഡിയ. അപ്പോൾ പോവാം. ഞാൻ കയറട്ടെ.
33 അല്ലേ, 33.5, 34. അങ്ങനെ സംസാരിക്കാൻ പോലുള്ള ത്രാണിയില്ല. കുറച്ച് നേരം ഞാൻ എന്നെ തന്നെ സാറെന്നാണ് വിളിക്കുന്നത്. പോട്ടെ സർ, കമോൺ. തുറക്കും. ആൻഡ് എൻ്റെ ഹെൽമെറ്റിൽ ഒരു പണി ചെയ്തു കണ്ടോ, പേപ്പർ ഇടിച്ച് കയറ്റി. ബിക്കോസ് കാറ്റടിക്കുമ്പോഴത്തേക്കും ഇതുണ്ടോ ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. ആക്ച്വലി നമ്മൾക്ക് ഇനി ഇവിടെ സൈഡ് ബാക്ക് ഓക്കെ ടാറ്റാ. ഓക്കെ, ഇവിടുന്ന് ടാങ്ക് ബാഗ് വരുന്നുണ്ട്. അതിന് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ നമ്മൾ ബാംഗ്ലൂർ പോയി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്. ദിസ് ഇസ് ഹൈഡ്രേഷൻ പൗഡർ. ഇത് നമ്മളിപ്പോൾ അതാ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് ഹൈഡ്രേഷൻ വേണ്ടിയിട്ടുള്ള ഐറ്റം. യാ, ദാറ്റ്സ് പരിപാടി. ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചിട്ട് ഇനി പിന്നെ ഒരു 1 hour കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക് എടുക്കും അല്ലേ? അതല്ലേ പ്ലാൻ? യാ, നെക്സ്റ്റ് 100 kilometer ബ്രേക്ക്. ഓക്കെ. നല്ല ചൂടാണ്, സൂപ്പർ ചൂടാണ് കണ്ടോ, കൊള്ളുന്ന വെയിലാണ്. നല്ല സുന്ദരനാ, കുഞ്ഞു കണ്ണുകളാ, സ്റ്റൈലും ശരിയാ. കഴിഞ്ഞ ഇല്ല, ഇനിയുണ്ട്. ഇല്ല, ഇനിയുണ്ട്. ദേ ഞങ്ങള് ബാക്കിൽ റോട്ടിൽ പോകാൻ പോയതാ. പിന്നെ അതിന്റെ ക്ലിപ്പുണ്ട്, അത് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൗണ്ട് ചെയ്തിരുന്ന. അപ്പോൾ വരുന്ന വഴി എങ്ങനെയോ അത് കമന്ന് താഴെ പോയി. ഞാൻ വിചാരിച്ച റോഡിൽ പോയി, ഏതോ പാണ്ടിലോറി കയറിയെന്ന് വിചാരിച്ചു. ആണല്ലേ? ഞാൻ നോക്കിയപ്പോൾ സാധനം കാണില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നേ ഇല്ല ക്യാമറ. ഞാൻ വിചാരിച്ചു ഓക്കെ, പോയി തീർന്ന്, എല്ലാം പോയി, മറുകയാ. പക്ഷെ അല്ല ചേട്ടാ, കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഊരി ഇവിടെ ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ ഹാൻഡിൽ വളയും അല്ലേ? ആ, ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ ഗൈസ്, ഓണാക്കിത്താ. ആണോ? ഓണായി. പോസിറ്റീവ് കണക്റ്റഡ് എന്നൊക്കെ പറയും സംഭവം. എൻ്റെ ഹെൽമെറ്റിലെ ലാംഗ്വേജ് വേറെ, ഇക്കാടെ ഹെൽമെറ്റിലെ ലാംഗ്വേജ് വേറെ. ഇക്കാടത് ഇംഗ്ലീഷ്, എൻ്റെത് ഇമ്പരിസമീന്നൊക്കെ പറയുന്നത് എനിക്കറിയാൻ വയ്യ. എൻ്റെ ഹെൽമെറ്റ് വേറെ ഏതോ ലാംഗ്വേജാ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ, എല്ലാം ഒന്ന് തന്നെ. അതോ തുളു ഒന്നാണ്ടോ. അതുകൊണ്ട് എനിക്ക് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. കറക്റ്റ് ആയോ? ഇല്ലല്ലോ. വേഗം ആകട്ടെ കേശവൻകുട്ടി. ഹായ്. ഇല്ല, ഇത് കുറച്ച് സമയം എടുക്കും. സംഭവം നമുക്ക് അതിന്റെ പരിപാടി അറിഞ്ഞുകൂടാത്തോണ്ടോ. പരിപാടി അറിയുമ്പോഴത്തേക്ക് സെറ്റാവും. പരിപാടി പഠിച്ചു കഴിഞ്ഞോളൂ. ഇറ്റ്സ് ഇളനീർ ബ്രേക്ക്. കൊള്ളാല്ലേ? ഞങ്ങൾ കുറച്ച് കരിക്കൊക്കെ കുടിക്കുക. കരിക്കാണോ? കരിക്കല്ലേ? ആ, കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒതുക്കി. നല്ല പ്ലേസ്, നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈവേ. ഞാൻ കാണിച്ചു തരാം. ഒരു പരിവായി ഗൈസ്. വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുകാരറിയോ എന്നുള്ളതാണ്, തിരിച്ചറിയൂ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഹായ്, ഇളനീരു. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഹായ്. ആ, ബാ നിക്ക്. We have done around 100 kilometers straight. Yeah.
സെക്കൻഡ് വൺ നല്ലയാ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നാഗസാന്ദ്ര. ഇന്നർക്കും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ. വയലറ്റ് കളർ കത്തണ്ടത്, പക്ഷെ വയലറ്റ് കത്തുന്നില്ല, പകരം ബ്ലൂ ആൻഡ് റെഡ് കത്തുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. നോക്കട്ടെ, ഇക്കാടത് ഓഫാ അല്ല ഓണാ. ഞാൻ ക്യാമറ ഇങ്ങനെ പിടിക്കരുത്, ഞാൻ സൗണ്ടിൻ്റെ ഇഷ്യൂ കാരണമാണ് അടുത്ത് പിടിക്കുന്നത്. എന്തൊക്കെയാണോ പറയുന്നത്. ആ അണ്ണനാണ് ഞാൻ കരിക്കോട്ടി തന്നത്. അണ്ണൻ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. താങ്ക്സ് ടു ദാറ്റ് അണ്ണ. പോവാം. മാപ്പ് നോക്കുന്നു. മാപ്പ് കണ്ടോ, ഭയങ്കര വെയിലാ. കുറച്ച് അങ്ങോട്ട് നടക്കാം, വേണ്ട പള്ളു വെക്കും, തിരിച്ചു കിടക്കാം. നൈസ് അല്ലേ, അടിപൊളി. ആൻഡ് ഗൈസ് ഞങ്ങളുടെ ഇൻ്റർകോം കണക്ട് ആയി. ഞാൻ ശരിയാക്കി. പിന്നല്ല, കുറേ നേരം കൊണ്ട് ഒരാൾ ട്രൈ നടത്തിയാൽ നടന്നില്ല. ഓക്കെ, ഞാൻ കയറുവാണേ. മേഘസ്ഫോടനം എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ ഇത്ര ചൂടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് സെറ്റായി. മഴ കാരണം പോസ്റ്റായി നിൽക്കുന്ന പാത്തുമോൾ. നമ്മളെ ശുക്ർ മോഹൻ ആണ്ടേ. നമ്മളൊരു കടയിൽ കയറിയ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ കടയിൽ കയറിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഭയങ്കര മഴ, എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം, സമയം പോകട്ടെ, എന്തായാലും വെറുതെ നിൽക്കുന്നെന്ന് വിചാരിച്ചു. അത് അങ്ങോട്ട് പോയി ഓർഡർ ചെയ്തു, ഇങ്ങോട്ട് തിരിഞ്ഞു. മഴ ഒരൊറ്റ നിൽക്കും. ഇപ്പൊ മഴയും ഇല്ല. കണ്ടു നോക്കും. ഇപ്പം ഞങ്ങൾ പോസ്റ്റ്, ഇപ്പോൾ ഫുഡ് വരാൻ സമയം എടുക്കുന്നു. ഫുൾ പോസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. എന്താണ് നമ്മുടെ വ്ളോഗിനെ കുറിച്ച് ഇക്കാക്ക് പറയാനുള്ളത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടത്. വളരെ മനോഹരം, അതിമനോഹരം. അല്ലാണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷേ നമ്മളെ വ്ളോഗിൻ്റെ പേര് ചക്കിക്കൊക്കെ ചങ്കനെന്നാണോ? അതായിരുന്നു നല്ലത്. പിന്നെ സർക്കിട്ടെന്നൊക്കെ ഇട്ട് നമ്മൾ ഉദ്ദേശിച്ചതുകൊണ്ട് ഉദ്ദേശം മാറാൻ പാടില്ലല്ലോ. സോ മാപ്പ് നോക്കുന്നു. ഇനി ഇവിടുന്ന് എത്ര മണിക്കൂർ? 2 hours 14 minutes ആ കാണിക്കുന്ന മാപ്പിൽ. 7 മണിയൊക്കെ ആവും. ഇപ്പൊ സമയം 4:49. ഒന്നും പറയാനില്ല. ഓ, എന്നെ കാണാൻ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ടയേർഡ് ഫേസ് എൻ്റെ അത് അല്ലേ. ബട്ട് ഞാൻ പവറാ. ഉണ്ടേന്നല്ലേ. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കളയും. നോക്കി, ഞാൻ എഡിറ്റർ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി നല്ല വിഷ്വൽസ് കാണാമല്ലോ.
നല്ല മഴക്കോളായിരുന്നു. അത് ഞാൻ വിഷ്വൽസ് ആഡ് ചെയ്യാം. നല്ല ഭംഗിയായിരുന്നു. ഹായ് കഴിക്കാനുള്ള എന്തോ വന്നു. ഇതെന്തോ നിൽക്കുക സാധനം? എഗ്. ഓക്കെ, ഞാൻ എഗ് ആയിട്ടില്ല. കഴിച്ചോ കഴിച്ചോ, എനിക്ക് വേണ്ട. ഞാൻ എഗ് ആയിട്ടില്ല. അറൗണ്ട് 107 കിലോമീറ്റർ, 107 കിലോമീറ്റർ. ഒരു മുഖത്തൊരു ക്ഷീണം കാണിക്കുന്നുണ്ടെങ്കിലും ഞാനൊക്കെ ഞാൻ ഫണ്ടാണ്. അതെ. പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, നമ്മുടെ വ്ളോഗിൽ ഇക്കൊന്നും മിണ്ടുന്നില്ലയോ? ഞാൻ ഓരോരുത്തർക്ക് നടക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതെ, ഞാൻ മാത്രം ഇരുന്ന് വളവള സംസാരിക്കണമെന്നൊരു സംശയമില്ലാതില്ല. ഓഹോ, ഞാനുണ്ടായിരുന്നോ കൂടെ? എന്നാ ഞാൻ കഴിക്കാം. ഹായ് ഹായ് ഹായ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പോവാം. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഹായ്. പേരെന്നാ? തൽപരകക്ഷിയല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തേ. നാളെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസൽ ആക്കി. ഞാനും ഷബീറും തിരിക്കുകയാണ്. അതെ, ഓക്കെ, പോവാം. ബ്ലോക്കാണ് ഗൈസ്, ട്രാഫിക്കാണ്. We are in Bangalore. ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെയൊക്കെ വഴിയോ? ഞാൻ ആദ്യമായിട്ട് കാണും. മഴയൊക്കെ. ഫോണിന് റെയിൻകോട്ടില്ലല്ലോ. ഓക്കെ, ബൈ ഗൈസ്. ഫോണിന് റെയിൻകോട്ടില്ല. അതല്ലേ ഫ്ലാറ്റ്. ഹായ് ഹായ്. ഫ്രൈഡ് റൈസ്. ചേച്ചി മെയ്ഡ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് അല്ലേ ഇത്? എന്നാണെന്ന് കൊള്ളാം, നല്ല ടേസ്റ്റ്. എനിക്ക് പനീർ. അപ്പോൾ കാക്ക് ആരാ അപ്പുക്കായ? ഷുഗർ ഒന്നുമില്ല. ഇട്ടു അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുക ഷുഗർ ഉണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഉള്ള ദുശീലങ്ങളൊന്നുമില്ല. ചേച്ചി ഇട്ടോ. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? അസൂയ. ശരി. സർക്കിട്ട് ആണെങ്കിൽ 48. 48 ഞങ്ങൾ മെന്നെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞങ്ങളുടെ സെക്കൻഡ് വ്ലോഗാ ഇത്. എന്തി? ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ മീനുവിന്റെ ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞ കൊണ്ടല്ലോ ടേബിള് പോലും ഇല്ല. ടീച്ചർ അടുക്കള ഇരുന്നാണ് കറക്റ്റ് ചെയ്യുന്നത്. പേപ്പറൊന്നും കാണിച്ചിട്ടില്ല എവിടുത്തെയാണ്. പക്ഷെ ഗതികേടിന് ഇതാ പോണ്ട. അപ്പൊ മനസ്സിൽ ഞാൻ പോയിക്കോട്ടെ. അപ്പൊ എന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബായ്. ഇതൊന്നും കട്ടിയതില്ലേ? ബായ് ഗൈസ്, നാളെ കാണാം. ശരി എന്നാ. നല്ല എൻഡിങ്. അவ்வாறு നോക്കിനാൾ எவ்வாறு நாடுவே கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட ஒரு 100
ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன் எதிர்பாராமலே அவள் எதிர்பாராமலே அவள் ஓ பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி விட்டு உலகுண்ட பெருவாயில் எந்த வாயோடு வாய் பதித்தார் இந்த பூலோகம் என்றொரு பொருள் உள்ளதை இந்த பூங்காத